വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ 4 പതിറ്റാണ്ടായി സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടു വരുന്ന ആർച്ച് ബിഷപ്പ് ഏബ്രഹാം ഇളവട്ടയിൽ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ആവേശകരമാണ്. വടക്കേ ഇന്ത്യയിൽ 200 ഇടവകകളുടെ നേതൃത്വം വഹിക്കുന്ന 2 സ്കൂളുകളും മനോഹരമായ ഇമ്മാനുവേൽ ബൈബിൾ സെമിനാരിയും അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. വടക്കേ ഇന്ത്യയിൽ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ഈ ദൈവഭർത്തിനെ ഇന്ന് നമുക്ക് ഗസ്റ്റായി ലഭിച്ചു. വളരെ സന്തോഷമുണ്ട്. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് അങ്ങ് പ്രേക്ഷിത രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം? എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ റാന്നി, പത്തനംതിട്ട ഡിസ്ട്രിക്ട് റാന്നിയിലാണ്. ഞാൻ എൻ്റെ ഒരു പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയി അവിടെ സാഹചര്യത്തിൽ ആഗ്രഹിച്ചു പോയതായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയാതെ, മുമ്പോട്ട് പഠിക്കുവാൻ കഴിയാതെ നിരാശനായി 1979 അവസാനമായി സാധാരണ കേരളത്തുകാർ ചെയ്യുന്ന പോലെ ഞാനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെട്ടു. അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാനിരുന്ന റൂമിനകത്ത് ഒന്നിനും പോകാതെ വളരെ വിഷമത്തിലായി മരണത്തെ എതിർപാർത്തുകൊണ്ട് റൂമിലായിരിക്കുന്ന സമയം അവസാനമായി ട്രെയിൻ വരുന്ന സമയത്തിന് അല്പം മുമ്പ് ഞാൻ വിചാരിച്ചു ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുക എന്നതായിരുന്നു എൻ്റെ അന്നത്തെ മുഴുവൻ ദിവസത്തെ പ്ലാനും പദ്ധതിയും. ഒടുവിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതാൻ വേണ്ടി ഒരു പേപ്പർ അന്വേഷിച്ചപ്പോൾ അത് ദൈവികമായിട്ട് പറയാം, എൻ്റെ വല്യപ്പച്ചൻ്റെ ഒരു ബൈബിൾ അവിടെ ഇരുന്നു. ആ ബൈബിളിനടിയിലാണ് കുറച്ച് പേപ്പർ ഇരുന്നത്. അതിൽ നിന്നും ഒരു പേപ്പർ എടുക്കാൻ വേണ്ടി ബൈബിൾ കയ്യിലെടുത്തതും ഒരു ദൈവിക ശബ്ദം, എൻ്റെ മകനെ അത് തുറന്ന് വായിക്കുക എന്ന് കേട്ടു. ബാംഗ്ലൂരിൽ തമിഴും കന്നഡയും സംസാരിക്കുന്നിടത്ത് മലയാള സ്വരത്തിൽ വളരെ ഇമ്പകരമായി കേട്ട ആ ശബ്ദം വിശ്വസിക്കാൻ കഴിയാതെ 4 ചുറ്റുപാടും നോക്കി. റൂമിൽ അടുത്തിരുന്ന കതക് തുറന്ന് വെളിയിലേക്ക് നോക്കി ആരെങ്കിലും എന്നെ വീക്ഷിക്കുന്നുണ്ടോ എന്ന്. ആരെയും കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്തോ സൈക്കോളജിക്കലായിട്ട് എനിക്കങ്ങനെ തോന്നിയതാണ്. പെട്ടെന്ന് എഴുതിയിട്ട് പോയില്ലെങ്കിൽ ട്രെയിൻ നഷ്ടമാകും. വീണ്ടും ആ ഒരു തിടുക്കത്തിൽ പേപ്പർ എടുക്കാൻ വേണ്ടി വീണ്ടും ബൈബിൾ കയ്യിലെടുത്തതും അതേ ശബ്ദം, എൻ്റെ മകനെ നീ അത് തുറന്ന് വായിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഒരു ദൈവിക ശബ്ദമായി അനുഭവപ്പെട്ടു. എന്നാൽ ബൈബിൾ വായിച്ച് പരിചയമില്ലാത്ത എനിക്ക് എവിടെ നിന്ന് വായിക്കണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് ബൈബിളിൽ തുറന്ന് അപ്പോൾ കിട്ടിയത് സഭാപ്രസംഗയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിനീതിമാനായിരിക്കരുത്, അതിദുഷ്ടനായിരിക്കരുത്, നിന്നെ തന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു, മൂഢനായിരിക്കരുത്, നിന്നെ സമയത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു, ഇത് പിടിച്ചുകൊണ്ടാൽ നന്ന്, ഇതിങ്കിൽ നിന്ന് നിൻ്റെ കൈ വലിച്ചു കളയരുത്, ദൈവഭക്തനായ പുരുഷൻ ഇവയെ എല്ലാവറ്റെയും തരണം ചെയ്യും. ആ ഒരു വാക്യമാണ് കിട്ടുന്നത്. 2 ചോദ്യം, നിന്നെ തന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം വളരെ നേരിട്ട് വ്യക്തിപരമായി ചോദിക്കുന്നത് പോലെ, സമയത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു. ആ ചോദ്യം എന്നെ വളരെയധികമായി സ്പർശിച്ചു. ഞാൻ ഇരുന്ന സ്ഥലത്ത് മുഴങ്കാൽ മടക്കി, ദൈവമേ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ മുൻപോട്ട് നടത്തണമേ എന്നൊരു ചെറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞതും മുറി മുഴുവൻ പ്രകാശപൂരിതമായി ഭയങ്കര പ്രകാശത്താൽ നിറയപ്പെട്ടു. അതിൽ ഞാൻ എത്ര നേരം അവിടെ ഇരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ട്രെയിനിൻ്റെ സമയം മറന്നുപോയി, ആത്മഹത്യ ചെയ്യുന്ന കാര്യം മറന്നുപോയി. വലിയൊരു ആത്മീയ സന്തോഷത്തിലും ഒരു പുതിയ ബലത്തിലും ഒരു പുതിയ അനുഭവത്തിലുമായി ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന് മൂലമായിട്ട് അന്ന് അത്ഭുതകരമായി മരണത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. അതിനുശേഷമായി കുറച്ച് നാളുകൾക്കുള്ളിൽ എനിക്ക് പോസ്റ്റ് ഓഫീസ് ജോലി ലഭിച്ചു. പോസ്റ്റ് ഓഫീസ് ജോലി ലഭിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായി. അപ്പം തന്നെ ഞാൻ അവിടെയുള്ള AG ചർച്ചിൽ ആരാധനയ്ക്ക് പോയി. ആ ചർച്ചിലെ ആക്റ്റീവ് മെമ്പറായി. ജോലി ലഭിച്ചതിൽ സന്തോഷവും ആത്മീയ സന്തോഷവും എല്ലാമായി വളരെ സന്തോഷവാനായിരിക്കുന്ന സമയം
അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും എന്നോട് സംസാരിച്ചു, മകനെ, ഞാൻ നിന്നെ രക്ഷിച്ചത് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യാനല്ല, പിന്നെ എന്നെപ്പറ്റി കേൾക്കപ്പെടാത്ത ജനങ്ങളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കാനാണ്. അത് അത്ഭുതം നല്ല അധികമായിട്ട്, കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, എനിക്ക് ലഭിച്ച ജോലിയെ സ്നേഹിക്കുന്നു. വീട്ടിലെ പ്രാരാബ്ദം, ഞങ്ങൾ 4 മക്കളാണ്, ഞാനാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ വീട്ടിലെ പ്രാരാബ്ദമുണ്ട്. അപ്പം ഇത്രയും അടുത്ത് കിട്ടിയ നല്ലൊരു ജോലി, ഗവൺമെൻറ് ജോലി, അത് വിടുന്നതിൻ്റെതായ ബുദ്ധിമുട്ട്, എന്നാൽ ദൈവിക ശബ്ദത്തെ അനുസരിക്കാനുള്ള നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണല്ലോ. ആ സംഘർഷം ഏകദേശം 3 വർഷത്തോളം തുടർന്നു. പിന്നെ ദൈവം ഞാൻ അനുസരിക്കാതെ വന്നപ്പോൾ എന്നെ ആസ്മാരോഗിയാക്കി. വളരെ പെട്ടെന്ന് ഭയങ്കരമായ രോഗത്താൽ ബാധിക്കപ്പെട്ടു. ഇഞ്ചക്ഷൻ മരുന്നിന്മേൽ മരുന്ന്. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് അസുഖത്താൽ ബാധിതനായ എൻ്റെ റൂമിലുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൻ അയൽവാസികളും ചേർന്ന് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം വളരെ വളരെ മനോവ്യസനത്തോടെ എൻ്റെ ഞരമ്പുകളിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ട് പറഞ്ഞു, ഇനിയും ഈ പയ്യന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത്രയും ഹൈ ആൻറ്റിബയോട്ടിക് ഈ കൊച്ചു പയ്യന് കൊടുക്കുന്നത് എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഇഞ്ചക്ഷൻ തരികയായിരുന്നു. അതെന്നെ വീണ്ടും സ്പർശിച്ചു. ഞാൻ 3 ദിവസം ആശുപത്രിയിലായിരുന്നു. മടങ്ങി വന്നതിന് ശേഷം ഒരു ഹാഫ് ഡേ ഫാസ്റ്റിംഗ് എടുത്ത്, കാരണം ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നോട് എന്ത് സംസാരിച്ചാൽ ഞാൻ അനുസരിക്കാമെന്ന്. കാരണം ആ ഡോക്ടർ പറഞ്ഞ വാക്ക് വിചാരിച്ചാൽ അടുത്ത പ്രാവശ്യം അസുഖം വന്നാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ള ആയത് കേട്ടപ്പോൾ അതെന്നെ അധികമായി ചിന്തിപ്പിച്ചു. അടുത്ത ദിവസം ഉപവാസ പ്രാർത്ഥന ഇരുന്നപ്പോൾ കർത്താവ് യെശയ്യാവിൻ്റെ പുസ്തകം 48 അധ്യായം 16-17 വാക്യങ്ങൾ കൂടെ ശക്തമായി, നീ എൻ്റെ വാക്കുകളെ കേട്ട് അനുസരിക്കുമെങ്കിൽ നിൻ്റെ സമാധാനം സമുദ്രത്തിലെ തിരകളെ പോലെ ആകുമായിരുന്നു എന്നുള്ള ആ വചനം. അപ്പോൾ വളരെ ക്ലിയറായിട്ട് എനിക്ക് സമാധാനം വേണം, എനിക്കൊരു ജീവിതം വേണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കണം. അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഞാൻ ആഹാരം കഴിച്ചതിന് ശേഷം ലോക്കൽ പാസ്റ്ററിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്നെ എവിടെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കാൻ പറ്റുമോ എന്ന്. പാസ്റ്റർ ചോദിച്ചു, എന്ത് പറ്റിയിടാ നിനക്ക് പെട്ടെന്ന്? ഞാൻ പറഞ്ഞു, ഒരു ഉപദേശവും വേണ്ട, എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ആ വാക്കിനെ മാനിച്ച് എൻ്റെ ആ എന്തൂസിയാസമൊക്കെ കണ്ടപ്പം എന്തോ ആ പാസ്റ്ററിനും ഒരു താല്പര്യം, ഒരു ഇത് തോന്നി. എന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അന്നേരം അവിടെ കറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഫോം ഫില്ലപ്പ് ചെയ്തു. അടുത്ത ദിവസം പോയി ജോലി റിസൈൻ ചെയ്തു. ഞാൻ സൂപ്രണ്ട് അടുത്ത് കൊണ്ട് ലെറ്റർ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രയത്നിച്ചാണ് എനിക്ക് ആ ജോലി തന്നത് തന്നെ. അദ്ദേഹം ചോദിച്ചു, നിനക്ക് എന്ത് പറ്റിയടാ? ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞടാ, ഭക്തി നല്ലതാണ്, അതോടൊപ്പം തന്നെ ജീവിതമാർഗവും നിനക്ക് ആവശ്യമാണ്. ആ മനുഷ്യൻ ഒരു പിതാവിനെ പോലെ 1 മണിക്കൂർ എന്നെ ഇരുത്തി കൗൺസിലിംഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് ഒരു ലെറ്റർ കൂടെ എഴുത്, അതിനൊക്കെ ഞാൻ 6 മാസം ലീവ് തരാം, നീ പോയി ചിന്തിച്ചിട്ട് മടങ്ങി വാ. വേറൊരു പേപ്പർ അദ്ദേഹം തന്നെ തന്നു. അപ്പം ഞാൻ റിസർവേഷൻ ലെറ്റർ കൊടുത്തു, ലീവ് ലെറ്റർ എഴുതി കൊടുത്തു. ഈ 6 മാസം ഞാനും ദൈവമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത് എന്നുള്ള താക്കീത് തന്നു. ഞാൻ അതിനെ അനുസരിച്ചു. ഒടുവിൽ വീണ്ടും 6 മാസം കഴിഞ്ഞ് സൂപ്രണ്ട് അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല, സുവിശേഷ വേലയിൽ തന്നെ പോവുകയാണ്. അദ്ദേഹം വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ശരി, നിൻ്റെ താല്പര്യം പോലെ നീ ചെയ്തോ എന്ന് പറഞ്ഞ് എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ജോലി ഉപേക്ഷിച്ച് OME ചേർന്ന് OME പോയി. OMEലായിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ വിളിയെപ്പറ്റി ദൈവം എന്നെ ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു മിഷണറി ആയി സുവിശേഷം കേൾക്കപ്പെടാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോകുക എന്ന്. അങ്ങനെ ഞാനൊരു ബൈബിൾ കോളേജിൽ ചേർന്നു. സേലത്ത്, തമിഴ്നാട്ടിലുള്ള സേലം എന്ന് പറയുന്ന ഇടത്തെ ബൈബിൾ കോളേജ് ചേർന്നു. 18 മാസത്തെ ട്രെയിനിങ്, മിഷണറി ട്രെയിനിങ്. അതിനുശേഷം അവസാനമായിട്ട് കോഴ്സൊക്കെ തീരാറായ സമയത്ത് ഒരു മിഷൻ ചലഞ്ച്, ഒരു ഗസ്റ്റ് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ബീഹാറിനെ പറ്റി ഫോക്കസ് ചെയ്തു. മിഷന്മാരുടെ ശവപ്പറമ്പ്, അവിടെ
വെളിച്ചമില്ല, ജീവന് അപകടമാണ്, ജീവിത സൗകര്യങ്ങളില്ല. എന്നാൽ സുവിശേഷത്തെ കൂടാതെ എങ്ങനെ വെളിച്ചം വരാനാണ്? വിത്തൗട്ട് ഗോസ്പൽ ദർ ഇസ് നോ ട്രാൻസ്ഫോർമേഷൻ. ഹൂ വിൽ പ്രേ, ഹൂ വിൽ ഗോ? നിങ്ങളിൽ ആരുണ്ട് ആ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ? ആരുണ്ട് അവിടേക്ക് പോകാൻ? അത് എന്നെ വളരെ സ്പർശിച്ചു. ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ ആരെയെങ്കിലും ബീഹാറിലേക്ക് അയക്കണമെന്ന്. ആ പ്രാർത്ഥന ഒരു അതിനാൾ നീളുന്നതിന് മുമ്പായി തന്നെ ദൈവനോട് പറഞ്ഞു, മകനെ നീ ആ പ്രദേശത്തേക്ക് പോവുക എന്ന്. അങ്ങനെ വളരെ ഭയന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ പാസ്റ്റർ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞ, എബ്രാഹിമേ നീ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ആ പാസ്റ്റർ കാരണം സുരക്ഷിതമല്ലാത്ത സ്ഥലത്തേക്ക് ഒരു മിഷണറിയായി പ്രാർത്ഥിച്ചയക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. ഒടുവിൽ ആ ചർച്ചിലെ 3 വിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ ബീഹാറിൻ്റെ പ്രദേശത്തേക്ക് ഒരു മിഷണറിയായി 1984 കടന്നു പോകാനായിട്ടിടയായത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമാണ്. അത് വായിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിത്യനാശത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് അത് ജീവിതത്തിലേക്ക് നമ്മെ, നിത്യജീവനിലേക്ക് തന്നെ, വലിയ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ടെന്നാണ് ബിഷപ്പിൻ്റെ വാക്കുകളിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിച്ചത്. തന്നെയല്ല, ദൈവം ഒരാളെ നിയോഗിച്ചാൽ ആ ദൈവം ഒരാളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിലൂടെ നടത്താൻ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുകയും ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് ആ വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നയിക്കുകയും ചെയ്യും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് നിങ്ങളുടെ ജീവിത അനുഭവം. ഈ ബീഹാർ എന്ന് പറയുന്ന മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അങ്ങ് പരിശുദ്ധാത്മ നിയോഗത്താൽ പുറപ്പെടുമ്പോൾ അവിടെ ഉണ്ടായ ആദ്യ അനുഭവങ്ങൾ ഒന്ന് വർണ്ണിക്കാമോ? സുവിശേഷത്തിന് വേണ്ടി അവിടെ ഈ ബീഹാറിലൊക്കെ പ്രത്യേകിച്ചും ജാതീയ ചിന്താഗതികളാണ്. അവിടെ പാവപ്പെട്ടവർ കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത, ഇത് റോഡുകളില്ല, കറണ്ടില്ല, ജീവിതത്തിൻ്റെ യാതൊരു വിധമാകുന്ന ഇതിൽ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഏതോ ഒരു കാട്ടുപ്രദേശം എന്ന രീതിയിലുള്ള ഒരു രീതിയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിടയിലും ഒരു ക്രിസ്ത്യാനി എന്ന് കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ താണതിലേക്ക് താണജാതിയാണ്. 1 വർഷക്കാലം ഞാൻ അവിടെ നിന്നിട്ട് ഒരു മനുഷ്യൻ പോലും എന്നെ ബഹുമാനത്തോടെ ഒരു വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുവാനോ അല്ലെങ്കിൽ അവിടെ തിരുന്ന് ഒരു വാക്ക് സംസാരിക്കാനോ എനിക്ക് അവസരം കിട്ടിയില്ല. വളരെ വിഷമിതനായി, വളരെ ബുദ്ധിമുട്ടി. എതിർപ്പുകളും ഞാൻ കൊടുക്കുന്ന ട്രാക്സുകളും ബുക്സുകളും പലർക്കും വായിക്കാൻ അറിയത്തില്ല. എന്നാലും യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ അവർ കോപിതരായിട്ട് ഇത് ചുരുട്ടി മുഖത്തേക്ക് എടുത്തെറിയും. അങ്ങനെയുള്ള അനേക സന്ദർഭങ്ങൾ അനേകർ അടിക്കാനായിട്ട് ഒരുങ്ങി, ഓടിപ്പിച്ച് അങ്ങനെയുള്ള പല സന്ദർഭങ്ങളായി. അപ്പോൾ ഞാൻ 1 വർഷം കഴിഞ്ഞപ്പം വിചാരിച്ചു, ഇവിടെ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ നടക്കുകയില്ല. ഞാൻ യോനയെ പോലെ എൻ്റെ പെട്ടി എടുത്തിട്ട് UP ഓടിപ്പോയി. ഉത്തർപ്രദേശ് തൊട്ടടുത്ത സ്റ്റേറ്റാണല്ലോ. അവിടെ ചെന്നു. ഇതിനേക്കാളും കുറച്ച് ബെറ്ററായിരുന്നു. എങ്കിലും ദൈവം എന്നോട് പറഞ്ഞു, മകനെ ഞാൻ ആക്കിയ സ്ഥാനത്തല്ല നീ നിൽക്കുന്നത്. ഞാൻ കരുതി, കർത്താവ് ബീഹാറല്ലാതെ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. എന്നെ മരണത്തിന് രക്ഷിച്ചു. ഞാൻ അങ്ങേക്ക് വേണ്ടി ഇന്നും കടപ്പെട്ടവനാണ്. എവിടേക്ക് വിട്ടാലും പോകാം, പക്ഷേ ബീഹാറിലേക്ക് പറ്റത്തില്ല. എന്നാൽ വീണ്ടും ദൈവം അവിടേക്ക് പോകാനുള്ള നിയോഗം തന്നു. അങ്ങനെ പറഞ്ഞ്, കർത്താവ് ഈ ജനങ്ങൾ എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 3 ദിവസം ഉപവാസം നടത്തണം. 3-ാം ദിവസം എന്ന് പറഞ്ഞു അവിടെ പോയൊരു സ്കൂൾ തുടങ്ങാനായിട്ട്. അപ്പോൾ വടക്കിന്ത്യക്കാർക്ക് മലയാളികളായ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്കൂൾ തുടങ്ങുന്നത് വളരെ ഇഷ്ടമാണ്. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെറും 10ാം ക്ലാസ്. ഞാനെന്നും ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടില്ല. അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒടുവിൽ കർത്താവിനോട് പറഞ്ഞു, ബി റെഡി ആൻഡ് ഗെറ്റ് റെഡി. Ezekiel 48 അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അത്രയും വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളാൻ. ഞാൻ പിന്നീട് അതിനുവേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങനെ തുടങ്ങേണ്ടതാണെങ്കിൽ ഇന്ന അടയാളങ്ങൾ, പല ഗിദെയോനെ പോലെ പല അടയാളങ്ങൾ ചോദിച്ചു. അതിലൊരു അടയാളമായിരുന്നു
ഏതെങ്കിലും ഒരു സ്കൂൾ പുതിയതായി തുടങ്ങുന്ന ഒരു സ്കൂളിലേക്ക് എന്നെ അയച്ചാൽ ഇതിൻ്റെ ബേസിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന്, കോട്ടയത്തുകാരൻ ഒരാൾ സ്വന്തമായിട്ടൊരു സ്കൂൾ തുടങ്ങാൻ പ്ലാനിട്ടു. എന്നോട് പറഞ്ഞ്, എബ്രഹാം സ്കൂളിനെ പറ്റി സംസാരിക്കുന്നുണ്ടായല്ലോ, താല്പര്യമാണെങ്കിൽ എൻ്റെ സ്കൂളിൽ വാ, നിനക്ക് ഇവിടെ വന്ന് എന്നെ സഹായിക്കാനും പറ്റും, നിനക്ക് കുറച്ച് പഠിക്കാനായിട്ട് സാധിക്കുമെന്ന്. ഞാൻ അങ്ങനെ ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാറിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ചേർന്നു. 1 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. ബേസിക് ഒരു ഐഡിയ കിട്ടി. അതിനുശേഷം അതിനടുത്ത വർഷം ഒരു ഗോഡൗൺ ആയിട്ടുള്ള ഒരു കെട്ടിടം, കാരണം എനിക്ക് പൈസ എല്ലാം കൊടുക്കാനായിട്ട് 600 രൂപ വാടകയ്ക്ക് വലിയൊരു ഗോഡൗണായിട്ട് കിടന്ന സ്ഥലം. അതിനകത്ത് കട്ടൺ വെച്ച് തുണി കൊണ്ട് പാർട്ടീഷൻ ഉണ്ടാക്കി ക്ലാസ് റൂം തിരിച്ച് അവിടെ ഈ സ്കൂൾ ആരംഭിക്കാൻ തുടങ്ങി. ആ ആരംഭത്തിങ്കിൽ വന്ന ആദ്യത്തെ ദിവസ സംഭവം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. അന്ന് എൻ്റെ അയൽവാസികളായ ചിലരൊക്കെയും ഓരോ ദിവസം എന്നെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കാരണം ഞാൻ അവിടേക്ക് പുതിയതായിരുന്നു. അവരെന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞു തന്നെല്ലാം ചെയ്യിപ്പിച്ചു. അവിടെ പോയി കാണും, ഇവരെ പോയി കാണും. എന്നിട്ട് പറഞ്ഞു, സാറ് സ്കൂൾ തുടങ്ങാനുള്ള തയ്യാറെടുത്തു, 10 പിള്ളേരെ ഞങ്ങൾ കൊണ്ടുതരാം ആദ്യത്തെ ദിവസം. ഒടുവിൽ ഇതൊരു മിഷൻ സ്കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാത്തലിക് ചർച്ചിലെ ഒരു അച്ഛനെ വിളിച്ചു. അദ്ദേഹം വന്നു. സമയമായി 10 മണിക്ക് തുടങ്ങേണ്ട സമയത്തിന് 11 മണി വരെ വെയിറ്റ് ചെയ്തു. ആരും വന്നില്ല. പിള്ളേരും കൊണ്ട് വരാമെന്ന് പറഞ്ഞവരെ വന്നില്ല. ഒടുവിൽ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞു. അന്ന് 3 മണി വരെ ഞാൻ ആ സ്ഥലത്ത് വെയിറ്റ് ചെയ്തു. എന്നോട് വാക്തത്വം പറഞ്ഞ ഈ 10 കുട്ടികളെ കൊണ്ട് വരുമെന്ന് പറഞ്ഞവർ അവരൊരുത്തർ പോലും അവിടെ വന്നില്ല. ഒരു കുട്ടിയെ പോലും കൊണ്ടുവന്നില്ല. ഒടുവിൽ ഞങ്ങളുടെ കെട്ടിടത്തിൻ്റെ ഓണർ 2 പിള്ളേരെ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആരും വരാഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഒടുവിൽ വളരെ റിക്വസ്റ്റ് ചെയ്ത് ഒരേ ഒരു കുട്ടിയുടെ അഡ്മിഷനാണ് അന്നത്തെ ദിവസം കിട്ടിയത്. അത് മനസ്സിലാക്കണം, ബീഹാറിലെ ആദ്യത്തെ അനുഭവം ഒരു ബിസിനസ്, ഒരു സ്കൂൾ തുടങ്ങുകയാണ്. എന്നാൽ വാക്തത്വം തന്ന ദൈവം വിശ്വസ്തനാണ്. ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, എനിക്ക് 100 കുട്ടികളെ തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്. 1 മാസത്തിൽ കർത്താവ് എനിക്ക് 100 കുട്ടികളെ തന്നു. അതെനിക്ക് അവരുടെ വരുമാനം കൊണ്ട് വാടകയും ടീച്ചേഴ്സിനെ സാലറി കൊടുക്കാൻ തികത്തില്ലായിരുന്നു. വീണ്ടും പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് 40 കുട്ടികളെ കൂടെ തന്നില്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ എങ്ങനെ നടത്തുമെന്ന്. 2-ാം മാസത്തിൽ കർത്താവ് 49 കുട്ടികളെ കൂടെ തന്നു. അങ്ങനെ സ്കൂൾ ഒരു സെൽഫ് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കാനും ടീച്ചേഴ്സ് സാലറി കൊടുക്കാനും പര്യാപ്തമായ തുക കിട്ടി. അങ്ങനെയാണ് ഇമാനുവൽ മിഷൻ സ്കൂൾ എന്ന സ്ഥാപനം അവിടെ ആരംഭിക്കാനായിട്ട് ഇടയായി. എത്ര സ്കൂളുണ്ട്? ഇപ്പോൾ ഞങ്ങൾക്ക് 10+2 വരെയുള്ള 2 അഫിലിയേറ്റഡ് സ്കൂളും 5 ബ്രാഞ്ച് സ്കൂളുകളും ആയിട്ട് 7 സ്കൂളുകളോളം ഉണ്ട്. ഈ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ? എല്ലാ കുട്ടികളും ഒരു 3000-ന് അടുത്തുണ്ട് കുട്ടികളുണ്ട്. അധ്യാപകരും എല്ലാ സെറ്റപ്പും ഉണ്ട്. അതെ. ഇമാനുവൽ ബൈബിൾ കോളേജിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല, എന്നാൽ 10 വർഷത്തിന് ശേഷമാണ് 3 പേര് വിശ്വാസി വന്നത്. അങ്ങനെയാണ് മിനിസ്ട്രി ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ചെറിയ ചർച്ചകൾ വളരാൻ തുടങ്ങി. ആദ്യം എൻ്റെ അടുക്കലൊരു 16 പേര് വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അന്നും എത്ര നാളവിടെ നിൽക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. എന്നും പേടിയാണ്, എന്നും പ്രശ്നങ്ങളാണ്. അങ്ങനെ ലോക്കൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു നിയോഗം ഉണ്ടായി. അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ഞാൻ 2 പേരെ കൊണ്ട് ഒരു ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. ഞാൻ മാത്രം ടീച്ചർ. രാവിലെ തൊട്ട് വൈകോളം പഠിപ്പിക്കും, വൈകിട്ട് അവരെ കൊണ്ട് മിനിസ്ട്രിക്ക് പോകും. അങ്ങനെ 4 മാസത്തെ ക്ലാസ് നടത്തി. 2ാമത്തെ ബാച്ച് പിന്നെ 4 പിള്ളേരായി. അവരെ പഠിപ്പിച്ചു. അങ്ങനെ അത് ആരംഭിച്ച് ഞങ്ങളൊരു 956ഓളം ഗ്രാജുവേറ്റ്സിനെ ഈ കോളേജിൽ കൂടെ, ഈ സ്കൂളിൽ, അന്ന് ബൈബിൾ കോളേജാണല്ലോ, ഇന്നൊരു സെമിനാരി പോലെ അത് വളർന്നു. ഇന്ന് ഞങ്ങൾക്ക് 1 ഇയർ പ്രോഗ്രാം DTH, അതിനൊപ്പം തന്നെ BTH 2 പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 200ഓളം പള്ളികൾ, ഇടവകകൾ, ആയിരക്കണക്കിന് വിശ്വാസികൾ വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. സഭാപ്രവർത്തനങ്ങളുടെ തുടക്കവും അതിൻ്റെ മുന്നേറ്റവും അത്ഭുതകരമാണല്ലോ. അതേക്കുറിച്ച് ചില വാക്കുകൾ സംസാരിക്കാമോ? അതെ, 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കിട്ടിയ 3 പേര് അതിനുശേഷം വളരെ വിധമാണ്
പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നു. എങ്കിലും വിശ്വസ്തനായ ദൈവം സഭയെ വളർത്തി. ഇന്ന് 12 സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം 200 ചർച്ചുകൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെതായ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബീഹാറിൽ നേരിട്ട പ്രതിസന്ധികൾ മധുരിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ചില ഓർമ്മകൾ മിഷണറിമാരുടെ ജീവിതത്തിൽ ആവേശം പകരേണ്ടതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും ഒന്ന് പങ്കിടാമോ? ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ 3 പേര് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് എഴുത്തും വായന അറിയത്തില്ല. ആഴ്ചയിൽ അവിടെ പോയി അവരെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ചില ആഴ്ചകൾക്ക് ശേഷം ഗ്രാമത്തുകാർ എതിർക്കുവാൻ തുടങ്ങി. എതിർപ്പുകളെ വകവയ്ക്കാതെ വീണ്ടും, എനിക്കറിയാം ഞാൻ അപകടത്തിലാണ്, എങ്കിലും അവരുടെ ഭാഷ നിമിത്തമായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരാഴ്ച ഞാൻ പോകാൻ ഒരുങ്ങിയ സമയത്ത് എൻ്റെ വൈഫ് എൻ്റെ കൂടെ പറഞ്ഞു, ഞാനും വരട്ടെ എന്ന്. ആദ്യമായിട്ടാണ് അവളുടെ മിനിസ്ട്രിക്ക് വേണ്ടി കൂടെ വരുന്നത്. അവൾ വന്നു. അവൾ നിമിത്തമായിട്ട് 10-15 ലേഡീസും ഒരു 10 കൂടുതൽ ആണുങ്ങളും ഇങ്ങനെ ഇരുന്ന് 10-25 പേര് കൂടുതലായിട്ട് ഒരു വലിയൊരു സമൂഹത്തിന് കിട്ടിയ പോലുള്ള ഒരു അനുഭവം ഉണ്ടായി. വളരെ സന്തോഷകരമായി ക്ലാസ്സൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരുന്ന വഴിയിൽ ഞങ്ങളെ ആദ്യം മുതൽ വിലക്കിയ അവർ ഈ കൂട്ടത്തെ കണ്ട് കോപാകുലരായിട്ട് ഞാൻ മടങ്ങി പോകേണ്ടുന്ന വഴിയിൽ അവർ എനിക്ക് വേണ്ടി കാത്തു നിന്നു. ഒടുവിൽ 5 പേര് വന്നിട്ട് എന്നെ ചുറ്റി എൻ്റെ ചുറ്റിൽ നിന്നു. 2 പേര് എന്നെ 2 കൈക്കും പിടിച്ചു. വേറൊരു മനുഷ്യൻ വലിയൊരു കത്തിയെടുത്ത് വയറ്റിലേക്ക് കൊണ്ടുവച്ചു. അടുത്ത് നിൽക്കുന്ന ഭാര്യയെ കയ്യിൽ പിടിച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. മിഷന്മാരുടെ ശവപ്പറമ്പ് മനുഷ്യർക്ക് വേണ്ടി യാതൊരു വിലയും കൊടുക്കാത്ത ഒരു അവസരമായിരുന്നു അന്നത്തെ ബീഹാറിലെ സ്ഥിതി. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ, കത്തി വയറ്റത്തിരുന്നാൽ ഉണ്ടാകുന്ന ഇത്. ഞാൻ വിചാരിച്ചു എൻ്റെ മിനിസ്ട്രി തീർന്നു, അവരിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ കത്തി വെച്ചവൻ പറഞ്ഞ്, നിർത്തണം നിൻ്റെ പ്രസംഗം, ഇന്ന് നിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന രാത്രിയാണ്, ഒന്നും പറയാൻ കഴിയാതെ നിൽക്കും. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാളെ വന്ന് സംസാരിച്ചുകൂടെ? ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ, എന്നെ പോകാൻ അനുവദിക്കാമോ? അപ്പോൾ ടീം ലീഡറായിട്ട് നാളെ എൻ്റെ പുറകെ നിന്നിട്ട് പറഞ്ഞു, ഇന്നത്തേക്ക് വിട്ടാലിടാം. അപ്പോൾ കത്തി വെച്ചവൻ പറയാണ്, ഇവനെ വിട്ടാൽ ഇവനെല്ലാവരെയും മതം മാറ്റും. ഒടുവിൽ ഈ സംസാരത്തിൻ്റെ എല്ലാം ഇടയിൽ ഈ കത്തി വയറ്റത്തേക്ക് കയറ്റാൻ 1 സെക്കൻഡ് മതി. എന്നാൽ ഞാൻ വിചാരിക്കുന്നു, ദൈവം പറയുന്നു, ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ നിൻ്റെ തലയിൽ ഒരു മുടി പോലും താഴെ പോവുകയില്ല എന്ന്. അത്ഭുതകരമായി ദൈവം ദൂതന്മാരെ അയച്ച് അവരുടെ കത്തിയിൽ നിന്നും അപകടം കൂടാതെ രക്ഷിച്ചു. അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ ഏകദേശം 30 പേരോളം വിശ്വാസത്തിൽ വന്നു. അതിലും ഒരു സന്ധ്യാസമയം 6 ചെറുപ്പക്കാർ തോക്കുമായിട്ട് ഞങ്ങളുടെ മുറിയിൽ കയറി വന്നു. അവൻ തോക്ക് ചൂണ്ടി വെടിവെക്കുവാൻ വേണ്ടി ആവുന്നത്ര ശ്രമിച്ചുവെങ്കിലും ആ തോക്കിൽ നിന്നും വെടിയുണ്ട വഴി വരാഞ്ഞതുകൊണ്ട് അവൻ കോപിഷ്ഠനായിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ദൈവം തോക്കിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷിച്ചു. കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എൻ്റെ മോക്ക് 13 വയസ്സുള്ള സമയത്ത് അവളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ അനേക പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു. എന്നാൽ ഒന്നിനും പതറാതെ ഒരേ കെട്ടിടത്തിൽ ഞങ്ങൾ 23 വർഷം അവിടെ തന്നെ താമസിച്ച് പ്രവർത്തനത്തെ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഞങ്ങളിപ്പോൾ തലസ്ഥാന നഗരി പട്നയിലേക്ക് മാറിയിട്ട് ഇപ്പോൾ 18 വർഷമായി. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന സങ്കീർത്തന വേദഭാഗങ്ങളുടെ അനുഭവമാണ് ദേവദാസൻ നമ്മോട് പങ്കിട്ടത്. എത്രയോ ആവേശകരമായ അനുഭവമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കൊട നമുക്ക് മുകളിൽ പിടിച്ചാൽ അത്യുന്നതൻ്റെ ചിറകടിയിൽ സർവശക്തൻ്റെ നിഴലിന് കീഴിൽ നാം പാർക്കുന്നെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമോ പകൽ പറക്കുന്ന അസ്ത്രമോ രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയോ ഒന്നും നമ്മെ തൊടുകയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ ദൈവദാസൻ നമ്മോട് പങ്കിട്ടത്. താങ്കൾ പാസ്റ്ററായിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബിഷപ്പാകുന്നു, ആർച്ച് ബിഷപ്പാകുന്നു. അതിലേക്കുള്ള മാറ്റം പെന്തക്കോസ്ത് ലോകത്തെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പാസ്റ്റർമാർ അവർ പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും പലരും ബിഷപ്പാണ്. PSC ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ബിഷപ്പ്.
എന്ന് തന്നെയാണ് 1 തീമോത്തിയോസ് 3:1 നമ്മൾ വായിക്കുന്നത്. ബിഷപ്പ് ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്നും അവന് മക്കളുണ്ടായിരിക്കണമെന്നും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. POC ബൈബിളിലാണ് ബിഷപ്പിൻ്റെ യോഗ്യതകൾ എന്നൊക്കെ തന്നെ കുത്തിക്കുറിച്ചിരിക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ രഹസ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി ആയിട്ട് ഞങ്ങൾ ബീഹാറിൽ പ്രവർത്തിച്ചു. അത് 10-12 സ്റ്റേറ്റിലേക്ക് വ്യാപിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് സഭകളെ തന്നു. ഈ സഭകൾക്ക് എൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ എന്തായിത്തീരും എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിലേക്ക് കടന്നു വരാനായി തീർന്നു. പിന്നീട് ചരിത്രത്തെ വായിക്കുമ്പോൾ ജോൺ വൈറ്റ് അതുപോലെ ജോൺ വെസ്ലി, ഈ 2 ദേവദാസന്മാർ ഒരേ സമയത്ത് ശക്തമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ദേവദാസന്മാരാണ്. എന്നാൽ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ ജോൺ വൈറ്റ് താൻ ആവേശത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തു. എന്നാൽ ഭാവിക്ക് വേണ്ടി ഒരു സ്ട്രക്ചറോ ഒരു പ്ലാനോ ചെയ്യാനിടയായില്ല. എന്നാൽ ജോൺ വെസ്ലി ഒരു ചർച്ചിന് വേണ്ടി നിയമങ്ങളും ചട്ടക്കൂട്ടുകളും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. അതുകൊണ്ട് ജോൺ വൈറ്റ് ആരംഭിച്ച ചർച്ചുകൾ ഇന്ന് എവിടെയാണെന്ന് അറിയില്ല. എന്നാൽ ജോൺ വെസ്ലിയുടെ ചർച്ച് ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് എന്നെ വളരെയധികമായി സ്വാധീനിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇതിനെ ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിലേക്ക് മാറ്റുവാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളൊരു കരിസ്മാറ്റിക് ഇവാഞ്ചലിക്കൽ ലിറ്റർജിക്കൽ എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന ആത്മീയ സന്തോഷത്തിനോ ഉപദേശത്തിനോ ഒന്നും വ്യത്യാസം വന്നില്ല. എന്നാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഈ സഭ മുമ്പോട്ട് പോകത്തക്കതായ രീതിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. രണ്ടാമതായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും അവരംഗീകരിക്കപ്പെടുന്നത് ഒരു എപ്പിസ്കോപ്പൽ ചർച്ചാണ്. ആ രീതിയിൽ ഒരു സ്വാധീനം ലഭിക്കാനായിട്ട് ഇതിന് മൂലം ഇടയാകും. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളെ അംഗീകരിക്കുന്നില്ലെന്നാണോ ഗവൺമെൻറ് പറയുന്നത്? ഗവൺമെൻറ് അങ്ങനെയാണോ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് നോക്കിയാൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾക്കും എപ്പിസ്കോപ്പൽ ചർച്ചുകൾക്കുമാണ് അവർ വില കൽപ്പിക്കുന്നത്. പിന്നെ സഭ കർത്താവിൻ്റെതാണ്. ഈ ശരിക്കും അവിടെ വടക്കേണ്ടിലൊക്കെ കുരിശുമൊക്കെ വേണമായിരിക്കും അല്ലേ? അതെ, അതെല്ലാ പെന്തക്കോസ്ത് കുരിശ് ഉപയോഗിക്കുന്നു. അല്ല, എല്ലാ ചർച്ചുകാരും ചർച്ചിൽ കെട്ടിയാൽ അവർ കുരിശ് വെക്കാറ്. കേരളം ഒഴിച്ച് എല്ലായിടത്തും ആഭരണം ഉപയോഗിക്കുന്നുണ്ടല്ലേ? ആഭരണം ഉപയോഗിക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രം എവിടുന്ന് കിട്ടിയ ഒരു ഉപദേശമാണെന്ന് അറിയത്തില്ല. ഇതേ കേരളത്തിൽ പെന്തക്കോസ്ത് സഭയിൽ ഒരു വിദേശിയായ ഒരു സഹോദരി ആഭരണം ധരിച്ചുകൊണ്ട് വന്നാൽ അവരെ ചർച്ചിലിരുത്തും, അവർക്ക് തിരുത്താഴം കൊടുക്കും. നാട്ടുകാരി അടങ്ങി കൊടുക്കുകയില്ല. ആ ഉപദേശത്തിൽ എന്താണ് അർത്ഥം ഇരിക്കുന്നത് എനിക്കറിയില്ല. ബിഷപ്പിന്റെ കയ്യിൽ ഒരു മനോഹരമായ മോതിരം, കുരിശ് വെച്ചൊരു മോതിരം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു മോതിരം പിന്നെ ഇടുന്നത് തെറ്റല്ല എന്നാണ്. ബിഷപ്പ് ആ മോതിരത്തിലൂടെ തന്നെ കുരിശ് വെച്ച മോതിരമാണ് കണ്ടത്. അപ്പോൾ പക്ഷേ ഇവിടെ പാവപ്പെട്ട ഒരാൾ ചെന്നാൽ ഇവിടുത്തെ സഭകളൊന്നും അങ്ങനെ അംഗീകരിക്കത്തില്ല. അതാണ് ഇന്നത്തെ രഹസ്യം. അത് നമ്മുടെ കേരള മണ്ണിൽ ഏറ്റവും വ്യാപിക്കപ്പെട്ട ഒരു ഉപദേശത്തിലാണ് കുരിശ് ഒരു ക്രിസ്ത്യാനിൻ്റെ അടയാളമാണ്. കുരിശില്ലാത്ത ഒരു ക്രിസ്ത്യ ജീവിതം ഇല്ലെന്ന്, കുരിശിനെ മാറ്റി നിർത്തി ഒരു ക്രിസ്ത്യ ജീവിതത്തെ പറ്റി നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഞാൻ താല്പര്യമില്ല അത് പറഞ്ഞതിൻ്റെ വാക്കുകാരായിട്ട്. അപ്പോൾ ഞാനൊരു ബിഷപ്പായപ്പോൾ ഒരു അഭിഷേകത്തിൻ്റെ ചിഹ്നമായിട്ട് എനിക്ക് ആ കുരിശുള്ളൊരു മോതിരം കയ്യിൽ തന്നു. അപ്പോൾ കുരിശടയാളമുള്ള മാലയൊക്കെ ഉണ്ട്? അതെ അതെ, ആവശ്യമുള്ള ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട്. അതെ. അപ്പം മാല ഇട്ടില്ലെന്നേ ഉള്ളൂ ബിഷപ്പ്? അതെ അതെ. പിന്നെ അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, എൻ്റെ പേര് എബ്രഹാം, എൻ്റെ ഭാര്യയുടെ പേര് സാറാമ്മ. അവിടെ ആൾക്കാർക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. അവർ 2 പേരും വിവാഹിതരാണ്. അതോടൊപ്പം തന്നെ എന്നോട് ചേർന്ന് വടക്കേന്ത്യയിൽ കർത്താവിൻ്റെ വേലയിൽ എന്നെ സഹായിക്കുന്നു. പിന്നീട് മറ്റു 4 കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തു വളർത്തുന്നുണ്ട്. അവരും ആ രീതിയിലായിട്ട് കർത്താവിൻ്റെ വേല പ്രയോജനപ്പെടും. പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് ഒന്ന് പറയാനുള്ളത്? ലോകം മുഴുവൻ അങ്ങയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഭവങ്ങൾ. പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളെ വിളിച്ച വിളിയിൽ വിശ്വസ്തരായിരിക്കുക, ദൈവം കൽപ്പിച്ചാൽ അനുസരിക്കുക, ദൈവത്തിന് വേണ്ടി സധൈര്യം ഇറങ്ങിപ്പുറപ്പെടുക. ഇന്ന് പ്രത്യേകിച്ചും വടക്കേന്ത്യയിലൊക്കെയുള്ള സാഹചര്യം നോക്കിയാൽ വളരെ ആദ്യകാല അനുഭവം പോലെയാണ്. ഒരു വഴിക്കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, മറുവഴിക്കൂടെ സഭയ്ക്കെതിരായിട്ട് വളരെ ശക്തമായ രീതിയിൽ ഉള്ള പ്രതിസന്ധികൾ ഈ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ അനേക ദേവദാസന്മാർ ഇന്ന് ജയിലിലാണ്.
അനേകർ ജയിലിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ സധൈര്യം കർത്താവ് വിളിച്ച് എങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തനാണ്. ആ ദൈവം നമ്മെ സൂക്ഷിക്കും. ഈ ലോകത്തിൽ നമുക്ക് ദൈവം അഭയമായിട്ടുണ്ട്. ദൈവം നമുക്ക് ആ ദൈവിക വിളിയും സമർപ്പണത്തിനുള്ള ആഹ്വാനം തന്നിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുക. ദൈവദിനം പറയുന്നത് അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ഉത്തമമാണ്. ആകയാൽ ദൈവത്തെ അനുസരിച്ച് ദൈവനാമത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് മുമ്പോട്ട് പോകാം. നമ്മളിൽ കൂടെ ചില ജീവിതങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരട്ടെ. തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. ദൈവം ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗഖ്യം കൊണ്ടും സമാധാനം കൊണ്ടും അങ്ങേ അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ആയുഷ്കാലം മുഴുവൻ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ അങ്ങേ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ എത്ര ആവേശകരമാണ്. അബ്രഹാം വിശ്വാസത്താൽ ദൈവശബ്ദം കേട്ട് പുറപ്പെട്ടതുപോലെ ബീഹാറിൻ്റെ മണ്ണിലേക്ക്, വടക്കേന്ത്യയുടെ മണ്ണിലേക്ക് താൻ പുറപ്പെട്ടു. പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും പോരാട്ടങ്ങളുടെയും എതിർപ്പുകളുടെയും പരിമിതികളുടെയും നടുവിൽ ദൈവം തൻ്റെ ദാസനോട് കൂടെയിരുന്നു. ദൈവം പടിപടിയായി വളർത്തി. ഇന്ന് അനുഗ്രഹീതമായ 2 സ്കൂളുകളും ബൈബിൾ സെമിനാരിയും അപ്പോൾ തന്നെ 200-ലധികം സഭകളും അതിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരും തന്നോടൊപ്പം പ്രേക്ഷിത രംഗത്ത് അടിയുറച്ചു നിൽക്കുകയാണ്. കേരളത്തിലും അദ്ദേഹം ആ പുതിയ പ്രവർത്തനത്തിൻ്റെ ചാലുകൾ വെട്ടാൻ തയ്യാറായി നിൽക്കുന്നു. നമുക്കും ഇത്തരം ആവേശകരമായ പ്രവർത്തനങ്ങളിൽ സുവിശേഷീകരണത്തിൽ മുന്നിട്ടിറങ്ങാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു.